2009 ലാൻഡ് ക്രൂസറിൻ്റെ ആ ഒരു ഡിസൈൻ ക്യൂഒക്കെ പേർക്കൊണ്ട് ബേബി ലാൻഡ് ക്രൂസർ എന്നൊക്കെ വിളിക്കാവുന്ന നിലയ്ക്ക് ഫോർച്യൂണർ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ സക്സസ് ആയ ഒരു SUV ആണ് ഫോർച്യൂണർ. അതിന് തക്കവണ്ണം ക്യാപ്പബിലിറ്റീസ് ആ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു. അതായത് ഹൈലക്സ് പിക്കപ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോമുള്ള ആ ഒരു SUV ഇന്ത്യയിൽ ഇൻഷന് ഹിറ്റായിരുന്നു. അപ്പോൾ C സെഗ്മെൻറ്റ് സെഡാനുകളുടെ ആ ഒരു സെയിൽ കൂടി ഏറ്റെടുക്കാൻ തക്കവണ്ണം ക്യാപ്പബിൾ ആയിരുന്നു ഈ ഒരു വണ്ടി എന്നുള്ളതാണ്. അവിടെ നിന്ന് 2017 ഫോർച്യൂണറിന് 2ാം ജനറേഷൻ എത്തി. ആ ഒരു 2ാം ജനറേഷൻ്റെ 2021 ഫേസ് ലിഫ്റ്റാണ് നമ്മുടെ കൂടെ. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഫേസ് ലിഫ്റ്റിൻ്റെ കൂടെ തന്നെ ലെജൻഡ് എന്ന് പറഞ്ഞ മോഡലും, അത് മാത്രമല്ല ഡൽഹി പോലുള്ള സിറ്റികളിലെ ആ ഒരു ഡീസൽ ബാനിനെ ചെറുത്ത് നിൽക്കാനായിട്ട് പെട്രോൾ മോഡൽ കൂടി ഫോർച്യൂണർ ഉണ്ടായി. അപ്പോൾ റിയർ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് കോൺഫിഗറേഷനുള്ള ഈ ഒരു ഫോർച്യൂണറിന് അത്യാവശ്യം ഫാൻസ് ഉണ്ട്, അത്യാവശ്യം ഫോളോവിംഗ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയാം. സ്വാഗതം. അപ്പോൾ ഈ ഒരു കാർ കോട്ട സീറ്റു നിപ്പോൺ ടൊയോട്ട കൊച്ചി എന്ന് പറയുമ്പോൾ കളമശ്ശേരിയിലും നെട്ടൂരുമുണ്ട്. ടൊയോട്ട ഇന്നോവ എന്തുകൊണ്ടാണ് ഹിറ്റായെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ടൊയോട്ടയുടെ റിലയബിലിറ്റി കൊണ്ട് തന്നെയാണത്. അപ്പോൾ അത് തന്നെയാണ് ഫോർച്യൂണറിൻ്റെ വിജയ കാരണം. എൻഡെവർ പോലുള്ള SUVകളെ പിന്തള്ളിയിട്ട് നമ്പർ 1 സ്ഥാനത്ത് ഈ ഒരു SUV നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് റിലയബിലിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹെഡ് ലാബ് കണ്ടോ, 2021 ഫേസ് ലിഫ്റ്റ് എന്നുള്ള മാറ്റങ്ങളിൽ പ്രധാനമായ മാറ്റം എന്ന് പറയുന്നത് മുൻവശത്താണ്. ആ ഒരു മുൻവശത്തെ മാറ്റം എന്ന് പറയുമ്പോൾ ഈ ഒരു LED ഹെഡ് ലാംപ്സ് കാണാം. കൂടാതെ ഒരു വലിയ ക്രോമിൻ്റെ എലമെൻറ്റ് ഗ്രില്ലുണ്ട്. ഇനി വലിയ ഗ്രില്ലാണ്, ഗ്രില്ലിന് അവിടെ ടൊയോട്ട ലോഗോ ഉണ്ട്. താഴെ ആ ഒരു ഫോഗ് ലാമ്പ് ചെറുതാണെന്ന് കാണാം. അത് മാത്രമല്ല അതിൻ്റെ താഴെ കാണുന്ന ആ ഒരു ചെറിയ സ്ട്രൈപ്പാണ് ഇൻഡിക്കേറ്റർ എന്നുള്ളതാണ്. ഫോർച്യൂണർ രൂപത്തെക്കുറിച്ച് കാര്യമായിട്ട് പറയേണ്ടതില്ല, എന്നാലും വലിയ ബോണറ്റ് ഏരിയയും വലിയ ഗ്ലാസ് ഏരിയയും കാണാം. ഇനി സൺറൂഫ് ഇല്ല ഫോർച്യൂണറിന്, പക്ഷേ ആ ഒരു റൂഫ് റെയിൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു മോഡലിന് ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ട്, പക്ഷേ ഓട്ടോ വൈപ്പേഴ്സ് ഇല്ല. ഇനി വശങ്ങളിലാണെങ്കിലും സ്റ്റെപ്പ് വേണം, സ്റ്റെപ്പില്ലാണ്ട് അകത്ത് കയറാൻ പറ്റില്ല, കാരണം അത്ര വലിപ്പമുണ്ട്. അത് മാത്രമല്ല ആ ഒരു തേർഡോടെ ഗ്ലാസ് കണ്ടോ, അതൊരു ഫ്ലോട്ടിംഗ് റൂഫും തോന്നിക്കാനായിട്ട് കൊടുത്ത പോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ഡോർ ഗ്ലാസിൻ്റെ താഴെ കൊടുത്തുള്ള ആ ഒരു ക്രോം എലമെൻറ്റും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പറയാം. അത് മാത്രമല്ല ഫ്രണ്ടിലെ ഫെൻഡറിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് എന്നുള്ളതാണ്. ഒരു ഹണിക്കോം പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഊരിൽ നമ്മൾ 3 ലിറ്ററിന് എഴുതിയിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ് കണ്ടിട്ടുള്ളത്, പക്ഷേ അവിടെ ഒന്നുമില്ല, അതൊരു ഡമ്മി പീസാണെന്നുള്ളതാണ്. വലിയ വീലുകളാണ് ഫോർച്യൂണറിൻ്റെ മറ്റൊരു പ്രത്യേകത. 4x4നും അല്ലെങ്കിൽ ഈ ഒരു 2 വീൽ ഡ്രൈവിനും ആ ഒരു അലോയ് വീൽ കണ്ടാൽ നമുക്ക് ഒറ്റ മോഡലിൽ മനസ്സിലാവുന്നതാണ്. കമ്പനി അലോയ് കണ്ടു കഴിഞ്ഞാൽ മാറ്റിനി നടക്കില്ല. പിന്നെ ക്രോം ഡോർ ഹാൻഡ്സ് കാണാം. 265, 65, 617 സൈസിലുള്ള വലിയ വീലാണ് ഫോർച്യൂണറിന്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളും ഫോർച്യൂണറിൻ്റെ കാര്യമാണ്. വലിപ്പമാണ് ഫോർച്യൂണറിൻ്റെ മുഖമുദ്ര. അതായത് തീർത്തും വലിയൊരു വണ്ടിയാണ് ഫോർച്യൂണറിൻ്റെ പിന്നിൽ ആ ഒരു ടെയിൽ ലാംപ്സ് കണ്ടോ. ഇപ്പോൾ ലെജൻഡറുമായിട്ടും പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മുന്നും പിന്നും തന്നെയാണ്, അല്ലാണ്ട് രൂപത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഒരു സ്പോയിലറുണ്ട് ആ ഒരു ഫോർച്യൂണറിൻ്റെ പേരുള്ള ആ ഒരു ക്രോം പ്ലേറ്റ് ഉണ്ട്. ആ ഒരു ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സും ഫോഗ് ലാംപ്സും ഉണ്ട് എന്നുള്ളതാണ്. താഴെയാണ് സ്പെയർ വീല്, ആ ഒരു വലിയ സ്പെയർ വീല് കാണാം. കൂടാതെ സ്കിഡ് പ്ലേറ്റ് കൂടി കാണാം. ഫോർച്യൂണറിൻ്റെ പ്രത്യേകതകൾ തീരുന്നില്ല. വലിയ വീല് ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയൊരു എഞ്ചിനാണ്. അതായത് ഒരു 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു ഫോർച്യൂണറിനുള്ളത്. 42 ലക്ഷം തുടങ്ങി 53 ലക്ഷത്തിലാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ വിവിധ വകഭേദങ്ങളുടെ വില. അതായത് ഈ ഒരു 4x2 ഓട്ടോമാറ്റിക്കും 4x2 മാനുവലും 4x4ഉം ലെജൻഡും എല്ലാം അടങ്ങുന്ന ആ ഒരു പ്രൈസാണ്. അതായത് വണ്ടി മാറി, വണ്ടിയുടെ കാര്യങ്ങൾ മാറിയെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പ്രൈസ് മാറിയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2009 ഇറങ്ങുമ്പോൾ 20 lakhs ബ്രാക്കറ്റുള്ള ഒരു വണ്ടിയായിരുന്നു ഈ ഒരു ഫോർച്യൂണർ. ടൊയോട്ട ഫോർച്യൂണറിന് വില മാത്രമല്ല കൂടുതൽ, റിലയബിലിറ്റി കൂടുതലാണ്, കൊണ്ടുനടക്കാനുള്ള യൂസബിലിറ്റി കൂടുതലാണ്. പക്ഷേ ചില കുറവുകളുണ്ട്. അതിലൊന്ന് ഈ ഒരു ഹൈഡ്രോളിക് ഷെഡില്ലാത്ത വലിയ ഈ ഒരു ബോണറ്റ് ഷെല്ലാണ്. തീർത്തും നല്ല വെയിറ്റിലൊരു ബോണറ്റ് ഷെല്ലാണത്. പക്ഷേ അതവിടെ നിൽക്കട്ടെ, അതിനടിയിലേക്ക് വരാം. അതായത് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് 178 PS ആണ്. ടോർക്ക് എന്ന് പറയുന്നത് 450 Nm. അപ്പോൾ ഓട്ടോമാറ്റിക്കും അല്ലെങ്കിൽ 2 വീൽ ഡ്രൈവുമായിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് 450 Nm ടോർക്ക് ഉണ്ടെന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഇതൊരു 4 സിലിണ്ടർ എഞ്ചിൻ കൂടിയാണെന്നുള്ളതാണ്. ബോണറ്റ് ഇൻസുലേഷൻ ഉണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല ഓഡിബിളാണ് അകത്തേക്ക്. ഹയർ RPMലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ പറയാം. വലിയ വീലാർച്ചും ആ ഒരു ക്ലാഡിങ്ങും ഒക്കെ ഒരു SUV എന്ന നിലയ്ക്ക് ഫോർച്യൂണറിന് വേണ്ടതാണ്. അതൊക്കെ തന്നെ ഫോർച്യൂണർ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ഒരു റിക്വസ്റ്റ് സെൻസറിൽ പ്രസ് ചെയ്ത് നമുക്ക് അകത്ത് കയറാം. അതായത് അകത്ത് കയറുമ്പോൾ ഡോർ പാഡിൽ അത്യാവശ്യം നല്ല ഒരു സ്പേസൊക്കെ ഉണ്ട്. ബ്ലാക്കാണ് കളർ തീം. 4 ഡോറിനും ആ ഒരു പവർ ഉണ്ടെങ്കിൽ ഓട്ടോ ഡൗൺ ആൻഡ് ഓട്ടോ അപ്പ് ഉണ്ടെന്നുള്ളൊരു കാര്യമായിട്ട് കാണാം. ഈയിടെ ഞാൻ ഹൈലക്സിൽ ഒന്ന് സഞ്ചരിച്ചു. അപ്പോൾ എനിക്ക് ആ ഡാഷ്ബോർഡ് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആ ഒരു ഡാഷ്ബോർഡ് തന്നെയാണ് ഈ ഒരു ഫോർച്യൂണറിനുള്ളത്. ഈ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹൈലക്സ് കയറിയപ്പോഴും കണ്ടു. കൂടാതെ ഈ ഒരു സീറ്റിന് ആ ഒരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പിടിച്ച് കയറാനായിട്ട് ഈ ഒരു പിടി കണ്ടോ, അത് 2 ഉണ്ട് വണ്ടിക്കകത്ത്. അത്യാവശ്യം നല്ല വിസിബിളാണ് ഇവിടെ ഇരിക്കുമ്പോൾ, അതായത് നമുക്കെല്ലാം കാണാവുന്നതാണ്. കൂടാതെ ആ ഒരു മിറർ കണ്ടോ, ആ മിറർ നല്ല കാഴ്ച തരുന്നുണ്ട്. ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഒരു ലെതർ റാപ്പിംഗ് എല്ലാം തന്നെയാണ്. കൂടാതെ നടുവിലായിട്ട് ക്ലോക്ക് ഉണ്ട്. ഇതാണ് ആ ക്ലോക്ക്. ആ ഒരു നീല ലെറ്ററിങ്ങോട് കൂടിയ ക്ലോക്ക് കാണാൻ ഭംഗിയുണ്ടല്ലേ.
കൂടാതെ AC വെൻറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സർക്കുലർ ബട്ടണും കൊള്ളാം. താഴെയായിട്ട് മീഡിയ സ്ക്രീൻ ഉണ്ട്. മീഡിയ സ്ക്രീനിൻ്റെ ഇരുവശത്തും ആ ഒരു ബട്ടൺസ് ഒക്കെ തന്നെ കാണാം. സിൽവർ ഇൻസൈഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു AC കൺട്രോൾ യൂണിറ്റ്. റിയർ എന്ന് കാണുന്നത് റിയർ AC ആണ്. കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ആണത്. ഓട്ടോ എന്നുള്ള ബട്ടൺ കാണാം. താഴെയായിട്ട് ആ ഒരു ബട്ടൺസ് ഒക്കെ തന്നെ കാണാം. അതിന് താഴെ ആ കാണുന്ന 2 സർക്കുലർ ബട്ടൺസ് ആണ് വെന്റിലേറ്റർ സീറ്റിൻ്റെ. തീർത്തും ക്ലാസി ആയിട്ടുള്ള ബട്ടൺസ് തന്നെ പറയാം. കൂടാതെ USB പോർട്ട് ഉണ്ട്. അത് മാത്രമല്ല ആ ഒരു 12 വോൾട്ട് സോക്കറ്റും കാണാം. ടൊയോട്ട ഫോർച്യൂണറിൽ വയർലെസ് ചാർജിങ് ഇല്ല. ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് തുറക്കാൻ നമുക്ക് അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഫേക്ക് വുഡ് ഇൻസൈഡ് കാണാം. കൂടാതെ ഇതാണ് ഗിയർ ലിവർ. ഇതൊരു ടോർക്ക് കൺട്രോൾ ഗിയർ ബോക്സ് ആണ്. അപ്പോൾ സ്പോർട്ട് മോഡ് കൂടിയുണ്ട്. കൂടാതെ പാഡ് ഷിഫ്റ്റ് കൂടിയുണ്ട് എന്നുള്ളതാണ്. മോഡുകളുണ്ട്. ഈക്കോ, നോർമൽ, സ്പോർട്ട്. ടാറ്റ മോഡൽസിനെ പോലെ വിളിച്ചു പറയുന്നില്ല. കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പും ഈ ഒരു USB ബട്ടണും കാണാം. ഒരു വലിയ ആ ഒരു ആംറെസ്റ്റും ഉണ്ടെന്നുള്ളതാണ്. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ഒരു രൂപം തന്നെയാണ്. വില കൂടിയ വണ്ടിയാണ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇല്ല എന്നൊക്കെ പരാതി പറയാം. പക്ഷേ എനിക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡ് ബ്രേക്ക് തന്നെയാണെന്നുള്ളതാണ്. ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിൽ പാഡ് ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഈ ഷിഫ്റ്റർ വെച്ചിട്ട് നമുക്ക് വണ്ടി മാനുവൽ മോഡിലിട്ട് ഓടിക്കാന്നുള്ളതാണ്. അപ്പോൾ മീറ്റർ കൺസോളിൻ്റെ കാര്യം പറയണം. മീറ്റർ കൺസോൾ ആ ഒരു നീല കളറിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഭംഗിയുണ്ട്. ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ കാണാം. നടുവിലായിട്ട് ആ ഒരു MID ഉണ്ട്. MID ട്രോൾ ചെയ്താൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഈക്കോ ഇൻഡിക്കേറ്റർ, ഫ്യൂവൽ സേവിങ്ങിൻ്റെ കാര്യങ്ങൾ, കൂടാതെ ആ ഒരു വീൽ എവിടേക്കാണ് തിരിച്ചു ചെയ്യുന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ, ഡിജിറ്റൽ സ്പീഡൊക്കെ തന്നെ കാണാം. മ്യൂസിക് അല്ലെങ്കിൽ എന്താ പറയുക ഇൻഫർമേഷനൊക്കെ തന്നെ ആ ഒരു ടാബിലുണ്ട്. കൂടാതെ സെറ്റിംഗ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അത് മാത്രമല്ല സ്പോർട്സ് മോഡ് മാറ്റുമ്പോൾ ആ ഒരു ലൈറ്റ് മാറുന്നുണ്ടോ, ആ ഒരു MIDയിലെ ആ ഒരു ലൈറ്റാണ് മാറിയിട്ട് നമുക്ക് മോഡ് മാറുന്നുണ്ട് മനസ്സിലാക്കി തരാം. ഈക്കോ മോഡിന് നീലയും നോർമൽ മോഡിന് ആ ഒരു ഡിസ്പ്ലേ ഇല്ല. സ്പോർട്ട് മോഡിന് റെഡായിട്ടും കാണാവുന്നതാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ വലതുവശത്തായിട്ട് സ്റ്റാക്ക് കാണാം. ആ സ്റ്റാക്കിലാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിംഗ്സ്. സൺറൂഫ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു സൺഗ്ലാസ് ഹോൾഡറും കൂടാതെ ആ ലൈറ്റൊക്കെ തന്നെ കാണാം. LED ആണത് കംപ്ലീറ്റ്. ഈ ഒരു സൺവൈസറിൽ ഒരു ലൈറ്റും ഒരു മിററും കൂടി ഉണ്ടെന്നുള്ളതാണ്. ഇനി ഇതൊരു BS6 ഡീസലാണല്ലോ. അപ്പോൾ ഈ ഒരു DPFൻ്റെ ആ ഒരു മാനുവൽ റീജനറേഷൻ അവിടെ കാണാം. ഈ ഒരു പിൻ സീറ്റുകൾ റിക്ലൈൻ ചെയ്യാനുള്ളൊരു കാര്യമാണ്. കൂടാതെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതായത് ഒരു SUV എന്നൊക്കെ നല്ല സ്പേസ് ഉണ്ട്. ഹൈലക്സിൽ യാത്ര ചെയ്തപ്പോൾ ഹൈലക്സിൻ്റെ പിന്നിൽ ആ ഒരു ലീഫ് സ്പ്രിംഗ് ആയതുകൊണ്ട് പിന്നിൽ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. പക്ഷേ ഇത് കോയിൽ സ്പ്രിംഗ് ആയതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ യാത്ര സുഖകരമായിരിക്കും എന്നതാണ്. ആ ഒരു പിന്നിലെ 12 വോൾട്ട് സോക്കറ്റ് കൂടി കാണാം. തേർഡ് റോ, അതായത് 3ാം നിരയിലേക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു ലിവർ വെച്ചിട്ട് നമുക്ക് തങ്ങ് മടക്കാം അല്ലെങ്കിൽ ടമ്പിൾ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ സുഖമായിട്ട് അകത്ത് കയറുകയും ചെയ്യാം. വലിയ സ്പേസിലുള്ള ഒരു തേർഡ് റോ അല്ല, പക്ഷേ ഒക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു സീറ്റിനും ആ ഒരു റിക്ലൈനിങ് ഉണ്ടെന്നുള്ളൊരു ഗുണമായിട്ട് കാണാം. ഇനി റിയർ AC എന്നുള്ള സ്വിച്ച് കണ്ടു. പക്ഷേ AC എവിടെ? AC റൂഫ് ടോപ്പിലാണ്. താഴെ ആംറസ്റ്റിൻ്റെ പിന്നിലല്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഫോർച്യൂണറിൻ്റെ ബൂട്ട് തുറക്കാം. പവർ ടെയിൽ ഗേറ്റ് ആണ്. ഇനി ആ ഒരു സീറ്റ് മൊത്തം പൊക്കി വെച്ചാലും അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ സീറ്റ് മടക്കി ഒതുക്കി വെക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ 2 സീറ്റുകളും മടക്കി ഒതുക്കി വെച്ച് കാണിക്കാം കേട്ടോ. എളുപ്പമാണ്. ഈ ഒരു ലൂപ്പ് പിടിച്ചങ്ങ് വലിച്ചാൽ അതങ്ങ് പൊന്തും. പിന്നെ നമുക്ക് ആ ഒരു സൈഡിലേക്ക് കൊളത്തിടുകയും ചെയ്യാം. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ സീറ്റും ഫോൾഡ് വെച്ചാൽ ശരിക്കും വലിയൊരു ബൂട്ട് സ്പേസ് ആയിട്ട് ഈ ഒരു ഫോർച്യൂണറിൻ്റെ ബൂട്ട് സ്പേസ് മാറും. നോക്കിയേ, ഈ സീറ്റുകൾ മടക്കി വെച്ചാണ്. ഈ ഒരു ഹുക്കാണ്. ഈ ഹുക്കിലാണ് നമ്മളത് ലോക്ക് ചെയ്ത് വെച്ചത്. ഈ ഒരു ഹുക്ക് ഇപ്പോൾ തന്നെ അത്യാവശ്യം സ്പേസ് ആയെന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദി ടൈം ആളുകൾ ഈ ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും ഉപയോഗിക്കാൻ തോന്നുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്യാനും നമുക്ക് ഒരു ബട്ടൺ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈയിടെ ഹൈലക്സിൽ യാത്ര ഒരു അവസരം കിട്ടി. എനിക്ക് ഹൈലക്സിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഇഷ്ടപ്പെട്ടു. ചാടുമ്പോഴുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു പിന്നിലെ ലീഫിൻ്റെ ആ ഒരു അടി ഒഴിച്ചാൽ എല്ലാം അടിപൊളിയായിരുന്നേ. അപ്പോൾ ഞാനതിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ സ്ക്രീൻ സെയിം സ്ക്രീനാണ്. ഏകദേശം എല്ലാം സെയിമാണ്. ഈ ഒരു ലെതർ റാപ്പിംഗ് ഒന്നും ഇല്ലെന്നുള്ള ഡാഷ്ബോർഡൊക്കെ സെയിമാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ആ ഒരു മെനു എടുത്തു കഴിഞ്ഞാൽ ഓഡിയോ, ഫോൺ, ആപ്പ്, ഇൻഫോ സെറ്റപ്പൊക്കെ കാണാം. ഈ ആപ്സിനകത്ത് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. സ്മാർട്ട് ലിങ്ക് ഡിവൈസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കൂടാതെ ഈ ഒരു ഹോമിനകത്ത് ഞാൻ പോയി കഴിയുമ്പോൾ മെനു എടുത്തു കഴിയുമ്പോൾ സെറ്റപ്പിനകത്ത് ആ ഒരു ജനറൽ ബ്ലൂടൂത്ത് എല്ലാം തന്നെ ഉണ്ട്. ഇത്തിരി ഓൾഡ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു നമുക്ക് മറ്റുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്താൽ. സ്റ്റിൽ അത്യാവശ്യം റെസ്പോൺസീവ് ഒക്കെ തന്നെയാണ് കേട്ടോ. ഞാനത് ആ ഒരു വണ്ടിയിലും അതായത് ഹൈലക്സിൽ നോക്കിയായിരുന്നു. കൂടാതെ ഇൻഫർമേഷനകത്ത് നമുക്ക് ഈ ഒരു പ്രീവിയസ് ബെസ്റ്റ്, ലേറ്റസ്റ്റ്, അപ്പോൾ മൈലേജിൻ്റെ കാര്യം പറയാം. ഇത് 2.8 ലിറ്റർ ആണല്ലോ. നന്നായി ഓടിച്ചാൽ 10 കിട്ടും. എനിക്ക് 9-10 വരെ കാണിച്ചിരുന്നു കേട്ടോ. പിന്നെ ബാക്ക് പോയിട്ട് ഞാൻ ആ ഡിസ്പ്ലേയിൽ പോയിട്ട് സ്ക്രീൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള സ്ക്രീനാണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത് അത്ര ഒരു അഡ്വാൻസ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്ക്രോൾ ത്രൂ ബട്ടണും കൂടാതെ ഈ ഒരു പവർ ബട്ടണും കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ സെറ്റപ്പാണ്. 1, 2, 3. ഇപ്പോൾ 3 ലിറ്റർ നല്ല കാറ്റുണ്ട് ബാക്കിൽ. ഞാൻ 1 ലിറ്ററുള്ളൂ, 1 മതി. അപ്പോൾ നമുക്കൊന്ന് ഓടിക്കാൻ പറഞ്ഞാൽ 3 മോഡുണ്ട്. ഞാൻ 3 മോഡിൽ ഈക്കോ, നോർമൽ, സ്പോർട്ട്. ഞാൻ സ്പോർട്ട് മോഡ് ഓടിക്കുകയാണ്. സോ ഫോർച്യൂണർ ഓടിക്കുകയാണ്. 2017 വന്ന സെക്കൻഡ് ജനറേഷൻ്റെ 2021 ഫേസ് ലിഫ്റ്റ് ഓടിക്കുകയാണ്.
ടൂ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ ആഡഡ് വെയിറ്റ്സ് ഇല്ല 4x4-ൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, കുറച്ച് ലൈറ്റാണ് വണ്ടി. ആ ഒരു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കാല് കൊടുത്ത് ഓടിക്കാനുള്ള ഒരു പവർ ടോർക്ക് ഫിഗറുകളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ക്വിക്കായിട്ട് തോന്നും. ഏകദേശം 2 പുറത്ത് വെയിറ്റുള്ള വണ്ടിയാണ് കേട്ടോ അത് മനസ്സിലാക്കുക. കൂടാതെ ബോഡി ഓൺ ഫ്രെയിം വണ്ടിയാണ്, അതായത് ഷാസിയുടെ മുകളിൽ ആ ഒരു ബോഡി കിട്ടിയ മോഡലുള്ള വണ്ടി. ഇന്നോവ ഇങ്ങനെ തന്നെയാണ്, സെയിം ആണ് ഇന്നോവയും ആ ഒരു 2.8 ലിറ്റർ ഇന്നോവയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടറാണെന്ന് ഞാൻ പറഞ്ഞു. ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കുള്ള ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഷിഫ്റ്റ് പോയിൻ്റൊക്കെ നല്ലതാണ്. ഇപ്പോൾ സ്പോർട്ട് മോഡ് ആകുമ്പോൾ ഒന്നിങ്ങനെ കാല് കൊടുത്താൽ കയറിപ്പോയതുണ്ടോ? കയറിപ്പോയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രോഗ്രസ് ഉണ്ട്. 3000 RPM 3000 RPM വരെയൊക്കെ നല്ല പ്രോഗ്രസ് ആണ്. അതായത് തീർത്തും ടോർക്കി 450 Nm എന്ന് പറയുന്ന ആ ഒരു ടോർക്ക് തീർത്തും നല്ലതാണ്. ആ ഒരു ടോർക്കി എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അതായത് ആ ഒരു ഇനീഷ്യൽ ഗ്രൗണ്ട് കൊള്ളാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് പറയണം. ഇഫ് യു ആർ ബൈയിങ് എ ഫോർച്യൂണർ 4x4 ആണ് എൻ്റെ റെക്കമെൻഡേഷൻ. എൻ്റേതല്ല, ഫോർച്യൂണർ ആര് മേടിച്ചാലും അത് 4x4 ആയിരിക്കണം എന്നുള്ള ഒരു മൈൻഡ് എനിക്കുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട്. കാരണം ഫോർച്യൂണറിൻ്റെ ഏറ്റവും വലിയ USP എന്താ? ഇതൊരു ലാഡർ ഫ്രെയിം ഷാസിയുള്ള വണ്ടിയാണ്. അപ്പോൾ അബ്യൂസ് ഫ്രണ്ട്ലി ആ ഒരു ഫ്രണ്ടിലെ ഡബിൾ വിഷ്ബോൺ സസ്പെൻഷൻ, കൂടാതെ പിന്നിലെ ആ ഒരു കോയിൽ സ്പ്രിങ്സ് എല്ലാം ആ ഒരു അബ്യൂസ് എടുക്കാൻ തക്കവണ്ണം നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ 4x4 എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ് ഈ ഒരു വണ്ടിയുടെ USP, യൂണിക് സെല്ലിംഗ് പോയിന്റ്. അപ്പോൾ ഫോർച്യൂണർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു 4x4 ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, 2 വീൽ ഡ്രൈവ് മതി, അതായത് സിറ്റി ഓട്ടം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഓട്ടവും സിറ്റി ഓട്ടമാണ് ഏറ്റവും കൂടുതൽ. വെറുതെ ചുമ്മാ ഒരു ഫോർച്യൂണർ ഉണ്ടെന്ന് പറയാൻ വേണ്ടി ഒരു ഫോർച്യൂണർ വാങ്ങുകയാണെങ്കിൽ ഓക്കെ, അത് 2 വീൽ ഡ്രൈവ് ആ ഒരു കാര്യം നടത്തി തരും. പക്ഷേ ഫോർച്യൂണറിൻ്റെ ക്യാപ്പബിലിറ്റീസും ഫോർച്യൂണറിൻ്റെ യൂസും തീർത്തും ഒരു വണ്ടിയായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ ഒരു ചോയ്സ്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത് ആ ഒരു 4x4 മോഡൽ തന്നെയാണ്. ഈ ടോർക്ക് കൺവെർട്ടർ അത്യാവശ്യം നല്ല ഷിഫ്റ്റാണ്, അതായത് ഷിഫ്റ്റൊക്കെ ക്വിക്കാണ്. നമ്മളിപ്പോൾ സ്പോർട്ട് മോഡിലാണ് ഓടിക്കുന്നത്. അപ്പോൾ കാല് കൊടുക്കുമ്പോഴേ ആ ഒരു RPM കയറുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതായത് അത്യാവശ്യം പവർ കിട്ടുന്നുണ്ട് നമുക്ക്, ആ ഒരു കാലിൽ ആ ഒരു പവർ കിട്ടുന്നുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഇത് ഡീസൽ എഞ്ചിനാണല്ലോ. അപ്പോൾ ലോ എൻഡ് മിഡ് റേഞ്ച് ഒക്കെയാണ് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടോപ്പ് എൻഡിൽ കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു 3000-3500 RPM കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രസ് കാര്യമായിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും സ്പോർട്ട് മോഡ് ഓടിക്കാൻ ഫണ്ണുണ്ട്. ഇപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ചുമ്മാ ആക്സിഡൻറ്റിന് മുകളിൽ നിന്ന് കാലെടുത്താൽ ട്രാഫിക്കിലൊക്കെ നമുക്ക് ചുമ്മാ ക്രൗൾ ചെയ്ത് പോകാൻ പറ്റും. അതൊരു ഗുണമാണ്. ഇനി ഫോർച്യൂണറിൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങൾ ഇത്രയും ദൂരം വന്നെങ്കിൽ, എൻ്റെ കൂടെ വന്നെങ്കിൽ, ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട് വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം ഈ ഒരു വീഡിയോയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി പ്രാന്തൻ്റെ ഒരു സബ്സ്ക്രൈബറോ വണ്ടി പ്രാന്തൻ്റെ വീഡിയോ കാണുന്ന ഒരാളായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടികളെന്ന് പറയുന്നത് ഒരിത്തിരി പഴയ വണ്ടികളും ഒരിത്തിരി റോട്ടിലിറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളാണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വണ്ടികൾ ഓടിക്കുന്നില്ലെന്നല്ല, പക്ഷേ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ലോഞ്ച് ആകാൻ പോകുന്ന വണ്ടികളുടെ ആ ഒരു മുന്നേ കയറി ഓടിക്കുക, അല്ലെങ്കിൽ വണ്ടി എത്തുന്നതിന് മുന്നേ പോയി ഓടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിരത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ, ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന എല്ലാ വണ്ടികളും കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് 2 കാരണങ്ങളാണ്. ഒന്ന് പറയുന്നത് പുതിയ വണ്ടികൾ ഷോറൂമിൽ വന്നാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ കിട്ടാൻ കുറച്ച് പാടുണ്ട്. ഫോർ എക്സാമ്പിൾ BYD ആറ്റോത്രി വന്നിട്ട് കുറച്ചായി, നമുക്ക് വേണമെങ്കിൽ അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. പക്ഷേ TC വണ്ടികൾ നിരത്തിലിറക്കാനുള്ള ഒരു പരിമിതി, ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മുതിരാത്തത്. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ, അങ്ങനെയുള്ളതുകൊണ്ട് മാത്രമല്ല, മീഡിയ ഡ്രൈവുകൾ വരുമ്പോൾ ആ വണ്ടികളുടെ വീഡിയോ നമ്മൾ ചെയ്യും. എന്നാലും ഈ ഒരു കാരണം കൊണ്ട് റോട്ടിലിറങ്ങിയ വണ്ടികൾ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടികൾ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടുന്ന വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളായിരിക്കും കൂടുതൽ നമ്മൾ വീഡിയോ കൊണ്ടുവരിക. അപ്പോൾ അതൊരു കാര്യമായിട്ട് പറയുകയാണ്, നിങ്ങളതൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ബാക്ക് ടു ഫോർച്യൂണർ. ഈ ഒരു ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു ഫോർച്യൂണർ അത്യാവശ്യം ഫൺ ഫാക്ടർ ഉണ്ട്. ഈ ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാനായിട്ടുള്ള ഒരു ഈസിനെസ് കാര്യമായിട്ടുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അത് മാത്രമല്ല, വലിപ്പം കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു മാമത്താണത് കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഓടിക്കുമ്പോൾ ഇല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ഹൈവേ ആണെങ്കിലും കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഹൈലക്സിൻ്റെ കാര്യം പറഞ്ഞു, ഹൈലക്സ് കയറി യാത്രയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു ഹൈലക്സിനും ഈ ഒരു ഫോർച്യൂണറിനും അകത്ത് കയറുമ്പോൾ ഡ്രൈവർ സീറ്റിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ ഏകദേശം സെയിം തന്നെ കേട്ടോ. അതായത് ആ ഒരു ഹൈലക്സിന് ഇപ്പോൾ അടുത്തെങ്കിലും ഓടിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം ഒന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഹൈലക്സിന് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് അല്ല എന്നുള്ളൊരു പോരായ്മയാണ്, പക്ഷേ എന്നാലും അതൊരു നല്ല വണ്ടിയാണ്. ഓക്കെ, പീരിയഡ്. അപ്പോൾ ഈ ഒരു ഫോർച്യൂണറിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ച് ഞാൻ മീഡിയ സ്ക്രീൻ വെച്ച് പറഞ്ഞു, 9, 10 ആ ഒരു റേഞ്ചൊക്കെ കിട്ടും. കൂടാതെ കാല് കൊടുത്ത് ഇങ്ങനെ ഓടിക്കാൻ അത്യാവശ്യം നല്ല സുഖമൊക്കെ ഉണ്ട്, യാത്ര ചെയ്യാനും സുഖമുണ്ട്. ഇന്നോവ കുറച്ചും കൂടി സുഖമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ രണ്ടും ബോഡി ഓൺ ഫ്രെയിമാണ്. ഇതിൽ ഇത്തിരി കൂടി വലിയ വീലുകളുള്ള വണ്ടിയാണ്, വീലിൻ്റെ ഒരു ഹൈറ്റ് കൂടുതലാണ്, അത്യാവശ്യം ബോഡി റോഡ് ഉണ്ട്, SUV അല്ലേ. എന്നാലും റിലയബിലിറ്റിയാണ് ടൊയോട്ടയുടെ ഒരു മുഖമുദ്ര എന്ന് ഞാൻ പറഞ്ഞു. റിലയബിലിറ്റി മാത്രമല്ല, ഓടിക്കാനുള്ള ഒരു ഫണ്ണും ഫാക്ടറും എല്ലാം തന്നെ ഈ ഒരു ഫോർച്യൂണറുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ 43 ലക്ഷം രൂപ മുതൽ 53 ലക്ഷം വരെ വിവിധ വകഭേദങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു 43 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടി എന്ന് പറയുന്നത് ആ ഒരു 4x2 എന്ന് പറയുന്ന ആ ഒരു മാനുവൽ മോഡലാണ്. ഇതുപോലെയല്ല. എന്നിരുന്നാൽ കൂടി രൂപത്തിൻ്റെ ഒരു കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടിയാണെങ്കിലും ഒരു ഫോർച്യൂണർ വാങ്ങാം എന്നുള്ളത് ആ ഒരു കുറഞ്ഞ പൈസയല്ല. എന്നിരുന്നാൽ കൂടി ഒരു SUV 40 ലക്ഷം അല്ലെങ്കിൽ 35 ലക്ഷം രൂപയുടെ മുകളിൽ 50 ലക്ഷം രൂപയുള്ള ഒരു ബ്രാക്കറ്റിൽ മികച്ച SUV ആയിട്ട് തന്നെയാണ് ഈ ഒരു ഫോർച്യൂണർ ഞാൻ കാണുന്നത്. കാരണം ഇതിന് പകരം വെക്കാനായിട്ട് എൻഡോവർ ഉണ്ടായിരുന്നു, പക്ഷേ എൻഡോവർ ഇപ്പോൾ ഇല്ലല്ലോ. അത് മാത്രമല്ല ഒരു ബോഡി ഓൺ ഫ്രെയിം SUV, അത്യാവശ്യം നല്ല ക്യാപ്പബിൾ ആയിട്ടുള്ള SUV എന്ന നിലയ്ക്ക് ഫോർച്യൂണറിന് നമ്മുടെ നിരത്തിൽ സ്ഥാനമുണ്ട്. കൂടാതെ ലക്ഷങ്ങളോളം കിലോമീറ്റർ ഒരു പ്രശ്നവുമില്ലാതെ കിടന്ന് ഓടിക്കൊള്ളും എന്നുള്ളതും ഈ ഒരു ഫോർച്യൂണറിൻ്റെ ഒരു കാര്യമായിട്ട് കാണാം. ഇപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഓടിക്കാൻ പറ്റുന്ന SUV ആണത്. നല്ല കാഴ്ച തരുന്നൊരു ഇൻറ്റീരിയറാണ് ഫോർച്യൂണറിൻ്റെ, പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം നല്ല ഒരു പ്രീമിയം ഫീൽ അകത്തുണ്ട്. കൂടാതെ ഈ ഒരു ഡാഷ്ബോർഡൊക്കെ ക്ലാസ്സിയാണ്, കൊള്ളാമെന്നുള്ളതാണ്. ഈ ഒരു വുഡൻ ഇൻസേർട്ടും അല്ലെങ്കിൽ ഈ ഒരു ലെതർ ആപ്പിൻ്റെ സ്റ്റിയറിങ്ങും ടിൽറ്റും റീച്ചബിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നുണ്ട്, പിടിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു SUV, ഒരു പ്രോപ്പർ SUV, ഒരു 4x4 SUV എന്ന നിലയ്ക്ക് ഈ ഒരു ഫോർച്യൂണർ ഒരു മികച്ച വണ്ടിയാണ്. അത് തന്നെയാണ് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അതിനാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഡീസൽ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ 2-3 തരമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ ഒരു ടോർക്ക് ഫീൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ, രണ്ടെന്ന് പറയുന്നത് ആ ഒരു SUVകൾക്ക് ആ ഒരു ടോർക്ക് വേണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഈ വക രണ്ടാളുകളെയും തൃപ്തിപ്പെടുത്താൻ മാത്രം തക്കവണ്ണം ഒരു പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ് അല്ലെങ്കിൽ ഒരു കാപ്പബിലിറ്റീസ് ഉള്ള വണ്ടിയാണ് ഈ ഒരു ഫോർച്യൂണർ എന്നുള്ളതാണ്. ഇനി ഹൈലക്സിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യം പറയുമ്പോൾ ഹൈലക്സ് എന്ന് പറയുന്ന വണ്ടി ഒരുപാട് ടോർച്ചറുകൾ നേരിട്ട വണ്ടിയാണ്. എന്ന് പറയുമ്പോൾ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്, വിദേശത്തൊക്കെ എല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത് ഹൈലക്സ് കൊണ്ടാണ്. ഹൈലക്സ് പൊക്കി ഹെലികോപ്റ്ററിന് താഴെ ഇടുക, ഹൈലക്സ് ക്രെയിനിൽ പൊക്കി താഴെ ഇടുക, ഹൈലക്സ് വെള്ളത്തിൽ മുക്കി എടുക്കുക. അങ്ങനെ ഹൈലക്സിൻ്റെ റിലയബിലിറ്റി നോക്കിയിട്ട് ചെയ്യാത്ത കാര്യങ്ങളില്ല ആളുകൾ. അതായത് ഹൈലക്സിൻ്റെ ആ ഒരു റിലയബിലിറ്റി ഉള്ള വണ്ടി നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നത്, ഹൈലക്സ് ഇന്ത്യയിലുണ്ട്, എന്നാലും ഇന്ത്യയിൽ കിട്ടുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു ഫോർച്യൂണറിനെ കാണാമെന്നുള്ളതാണ്. ഹൈലക്സ് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കേരളത്തിൽ വാങ്ങാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ടാക്സി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പ്രശ്നമുണ്ട് അത്രയും. അതായത് കേരളത്തിലെ ആ ഒരു വലിപ്പം കൂടുതലായതുകൊണ്ട് ആ ഒരു വണ്ടി പ്രൈവറ്റ് ബയേഴ്സിന് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയധികം ടോർച്ചറുകൾ നേരിട്ട വണ്ടി എന്നുള്ളത് തമാശ പറയുകയാണെങ്കിൽ കൂടി ആ ഒരു കാര്യത്തിലൊക്കെയും വിജയിച്ച വണ്ടിയാണ്. ഇപ്പോൾ ടോപ്പ് ഗിയറിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടാൽ നമുക്കറിയാം ആ ഒരു പഴയ ഹൈലക്സിന് അവർ ഇത്രയും ടോർച്ചർ ചെയ്തിട്ട് വീണ്ടും അത് സ്റ്റാർട്ടാകുമ്പോൾ പുട്ടുപോലെ സ്റ്റാർട്ടായിട്ട് എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹൈലക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വണ്ടിക്ക്, ആ ഒരു റിലയബിളായിട്ടുള്ള വണ്ടിക്ക്, അത്രയും ക്യാപ്പബിലിറ്റീസുള്ള വണ്ടിക്ക് ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന വണ്ടി, അത് കേരളത്തിലെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റിയ വണ്ടി എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്ന നിലയ്ക്കൊക്കെ ഈ ഒരു ഫോർച്യൂണർ കാണാമല്ലോ. അപ്പോൾ ഈ ഒരു ഫോർച്യൂണർ മികച്ചൊരു വണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫോർച്യൂണർ ഉണ്ടെന്നുള്ളത് മാത്രമാണ്. അത്യാവശ്യം സിറ്റി യൂസ് മാത്രമേ ഉള്ളൂ. ലോങ് ഡ്രൈവുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി 4x4 യൂസ് വരുന്നില്ല എന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഈ ഒരു മോഡൽ ഉചിതമാണ്. അതല്ല, ഈ ഒരു വണ്ടിയുടെ USP ആയിട്ടുള്ള ഏത് വഴിയുടെയും കൊണ്ടുപോകുന്ന, ഏതൊരു ടെറൈനും കീഴടക്കാവുന്ന ആ ഒരു സ്വഭാവമുള്ള ഒരു ഫോർച്യൂണറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 4x4 ആണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ എൻ്റെ ചോയ്സ് എന്തായാലും അതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻ്റാണ്. 2.8 ലിറ്ററിന് 10 കിലോമീറ്റർ അത്യാവശ്യം നല്ല മൈലേജാണ്. കൂടാതെ ഡ്രൈവിംഗ് അത്യാവശ്യം ഫണ്ണുണ്ട്. പാഡ് ഷിഫ്റ്റർ പോലുള്ള കാര്യങ്ങൾ നമുക്ക് എഞ്ചിൻ ബ്രേക്കിനൊക്കെ യൂസ് ചെയ്യാം. അത് മാത്രമല്ല മോഡുകളുണ്ട്. ഈക്കോ മോഡാണെങ്കിൽ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് ഓടിക്കാം. അതല്ല നോർമൽ മോഡിൽ 2 കാര്യങ്ങളും പങ്കിട്ടെടുത്ത് ഓടിക്കാം. അതല്ല സ്പോർട്ട് മോഡാണെങ്കിൽ ചുമ്മാ അങ്ങനെ കാലം കൊടുത്ത് വേണമെങ്കിൽ BMW X3 X5 ഓവർടേക്ക് ചെയ്യാം. ഞാൻ അതിൽ ഓവർടേക്ക് ചെയ്യാൻ പോകില്ല, ജസ്റ്റ് പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതായത് ഓടിക്കാൻ രസമുള്ള ഒരു SUV എന്ന നിലയ്ക്കാണ് ഫോർച്യൂണറിനെ ഞാൻ കാണുന്നത്. ബാക്ക് സീറ്റ് യാത്ര അത്ര സുഖകരമല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നും ഇങ്ങനെ കാലം കൊടുക്കാണ്. X5 ഓവർടേക്ക് ചെയ്താൽ അങ്ങനെ X5 നമ്മൾ ഓവർടേക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ SUV ആണ് ഫോർച്യൂണർ. ഇപ്പോൾ ഇതൊരിക്കലും ഒരു ഓവർ റേറ്റഡ് ആയിട്ടുള്ള വണ്ടിയല്ല. തീർത്തും ഈ ഒരു വണ്ടിയുടെ ഒരു കാപ്പബിലിറ്റീസ് തന്നെയാണ് ആളുകൾ ഉയർത്തി കാണിക്കുന്നത്. ഇപ്പോൾ വിദേശത്താണെങ്കിൽ ഹൈലക്സ് പിക്കപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ലാൻഡ് ക്രൂസറിൻ്റെ കാര്യം നമുക്ക് കേട്ടിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ കാര്യം തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഫോർച്യൂണർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഓഫ് റോഡ് പോയി കണ്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ജനകീയമായ ഒരു SUV, ജനകീയമായ ഒരു 4x4, അതാണ് ഈ ഒരു ഫോർച്യൂണറിനെ ലളിതമായിട്ട് നിർവചിക്കാൻ പറ്റുക. അപ്പോൾ അത്രേ ഉള്ളൂ. പതിപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടതിന് കരുതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൊക്കെ ക്ലിക്ക് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ഉള്ള ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെ നമ്മുടെ എന്തെങ്കിലും അറിയാലോ. അപ്പോൾ ഡ്രൈവ് മോഡിലേക്ക് മാറ്റി ഞാൻ ഒന്ന് കാല് കൊടുക്കാം ചുമ്മാ വെറുതെ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.